നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നൊരു വിഷയം, കഴിഞ്ഞ ദിവസം നമ്മുടെ OP വന്ന ഒരു പേഷ്യൻ്റ്, അദ്ദേഹത്തിൻ്റെ ഇൻഫെർട്ടിലിറ്റി ആയിട്ട് വന്നതാണ്. ഇൻഫെർട്ടിലിറ്റി ആയിട്ട് വന്നു. പക്ഷേ അതിൻ്റെ കാരണങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഹിസ്റ്ററിക്കകത്ത് ഹെർണിയ, 2 വശത്തെ ഹെർണിയ ഒരു 10 വർഷം മുമ്പ്, ഒരു 20 വയസ്സിൽ കണ്ടാണെന്ന് തോന്നുന്നു, 18 വയസ്സിൽ 2 വശത്തെ ഹെർണിയ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ഈ സെമൻ അനാലിസിസ് നോക്കിയപ്പോൾ അതിൻ്റെ അളവ് കുറവായിട്ട് കാണുന്നു. അളവ് കുറവായിട്ട് കാണാനുള്ള എന്താണ് എന്നുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തു. ബാക്കിയെല്ലാം ഹോർമോൺസ് എല്ലാം നോർമലാണ്, വെരിക്കോസീലൊന്നുമില്ല. അപ്പോൾ ഈ ഹെർണിയ ചെയ്തതുകൊണ്ട് ഈ കൗണ്ട് കുറയാൻ സാധ്യതയുണ്ടോയെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഹെർണിയ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ചും കല്യാണം കഴിക്കുന്നതിന് മുമ്പോ, കല്യാണം കഴിച്ച് പിള്ളേരുണ്ടാകുന്നതിന് മുമ്പോ ഹെർണിയ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഹെർണിയയുടെ ഓപ്പറേഷൻ ചെയ്യണം. സാധാരണ രീതിയിലുള്ള ഹെർണിയ നമ്മൾ ചെയ്യുമ്പോൾ എന്തോ പറ്റുമെന്ന് ചോദിച്ചാൽ, ഈ ബീജം പോകുന്ന കുഴൽ, വാസ് ഡെഫറൻസ് എന്ന് പറയും, അത് ഈ ഹെർണിയൽ സാക്കിൻ്റെ സൈഡിൽ കൂടാണ് പോകുന്നത്. അപ്പം ഈ ഹെർണിയ ചെയ്യുന്ന കൂട്ടത്തിൽ പ്രത്യേകിച്ചും കല്യാണം കഴിക്കാത്തവരോ അല്ലെങ്കിൽ കല്യാണം കഴിച്ച് പിള്ളേരാകാത്തവരോ ആൾക്കാരാണെങ്കിൽ പ്രത്യേക ശ്രദ്ധയിൽ വേണം ഈ ഹെർണിയയുടെ ഓപ്പറേഷൻ ചെയ്യാൻ. അല്ലെങ്കിൽ എന്തോ പറ്റുമെന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ ഈ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ ട്യൂബിന് ഡാമേജ് വരാം, എന്തെങ്കിലും ചെറുതായിട്ട് ഇഞ്ചുറി വരാം. ചെറിയ ഇഞ്ചുറി വന്നാലും ചിലപ്പോൾ അത് കരിയുമ്പം അതിനകത്തുള്ള ആ കുഴൽ, ആ ലൂമൻ എന്ന് പറയുന്നത് ചിലപ്പോൾ അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അറിയാതെ എന്തെങ്കിലും വലിയ ഹെർണിയ, ഒത്തിരി നാൾ ലോങ് സ്റ്റാൻഡിങ് ഹെർണിയ, അതൊക്കെ അതിൻ്റെ സാക്കൊക്കെ റിമൂവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിന് ഇഞ്ചുറിയോ ഇത് കട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഇങ്ങനെ ചെയ്യാം. ഇതൊന്നുമല്ല, മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ സാക്ക് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ വാസ് ഡെഫറൻസ് ട്യൂബ് മാറ്റുന്ന കൂട്ടത്തിൽ അതിൻ്റെ രക്തഓട്ടം വേണേൽ കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ഈ മക്കളാകാത്ത, ഫാമിലി കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർ ഹെർണിയയുടെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളാണ്. ഈ ട്യൂബിന് ഒരു കാരണവശാലും ഡാമേജ് വരാൻ പാടില്ല. അതതിൻ്റെ ബീജത്തിൻ്റെ അളവിനെയോ അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ഒന്നും ബാധിക്കാൻ പാടില്ല. ആ കാര്യം വളരെ ശ്രദ്ധാപൂർവം ഡോക്ടറോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അത് പറയുകയൂടെ ചെയ്യണം. അല്ലെങ്കിൽ ഈ ഭാവിയിൽ ചിലപ്പം കല്യാണം കഴിച്ച് ചിലപ്പോൾ 5 വർഷമോ 8 വർഷമോ കഴിയുമ്പോഴായിരിക്കും നമ്മൾ സെമൻ അനാലിസിസ് നോക്കുമ്പോഴായിരിക്കും കൗണ്ട് കുറഞ്ഞതായിട്ട് കാണുന്നത്. അതുകൊണ്ട് എപ്പോഴും ഈ ഹെർണിയ, പ്രത്യേകിച്ചും അൺമാരീഡോ അല്ലെങ്കിൽ പിള്ളേർ ഉണ്ടാകുന്നതിന് മുമ്പുള്ളതാണെങ്കിൽ എപ്പോഴും ഒരു യൂറോളജി വിഭാഗമായിട്ട് ബന്ധപ്പെട്ട ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നന്ദി. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.